കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ സീറോ മലബാർ സഭയുടെ ഇടയലേഖനം പള്ളികളിൽ വായിച്ചു. ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യ നിലപാടെടുത്ത പശ്ചാത്തലത്തിലാണ് സഭാ സിനഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇടയലേഖനം കത്തിച്ച് കത്തോലിക്ക നവീകരണ സമിതി പ്രവർത്തകർ എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധിച്ചു. കന്യാസ്ത്രീകൾക്കും വൈദികർക്കും അൽമായർക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം കഴിഞ്ഞ സിനഡിലാണ് സഭ കൈക്കൊണ്ടത്. തീരുമാനത്തിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ മാർ ജോർജ് ആലഞ്ചേരി പുറപ്പെടുവിച്ച ലേഖനം ഇന്ന് ദേവാലയങ്ങളിൽ വായിച്ചതോടെയാണ് കത്തോലിക്ക നവീകരണ സമിതി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. രാവിലെ 11 മണിയോടെ എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധക്കാരെത്തി. എന്നാൽ പ്രതിഷേധക്കാരെ എതിർത്ത് 2 വിശ്വാസികൾ എത്തിയതോടെ സ്ഥലത്ത് നേരിയ സംഘർഷ സാധ്യത നിലനിന്നു. വിശ്വാസികളെ പോലീസ് സ്ഥലത്തു നിന്ന് മാറ്റിയതോടെയാണ് നവീകരണ സമിതി പ്രവർത്തകർ ഇടയലേഖനം കത്തിച്ചത്. ഒരു സ്വത്തുണ്ടാക്കുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയായി കത്തോലിക്ക സഭ നിലകൊള്ളുകയാണ്. ഇങ്ങനെ പ്രതികരിക്കുന്ന അച്ഛന്മാർക്കോ കന്യാസ്ത്രീകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ സംഘടനക്കാർ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. വൈദികർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നും എതിർ ശബ്ദമുയർത്തുന്നവർക്കെതിരെയുള്ള സഭയുടെ പ്രതികാര നടപടി അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വിവാദ തീരുമാനങ്ങൾ പിൻവലിക്കും വരെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ലെവൻ കെ വിജയൻ, മീഡിയ 1 കൊച്ചി.